പിണറായി വിജയന്റെ ഈ ഭരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം കഴിയണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് സാഹിത്യ അക്കാദമിയിലെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക വകുപ്പ് നടത്തിയ ശ്രമങ്ങളെ തോൽപ്പിച്ച ഒരു പ്രസിഡന്റിനെ കൂടി നമുക്കവിടെ കാണാൻ പറ്റും. അത് തന്നെയാണ് സാറാ ജോസഫും പറഞ്ഞത്. ഇവരോടൊന്നും കോൺഗ്രസ് പറയിപ്പിച്ചതല്ലോ, ഇവരൊക്കെ സ്വയം പറഞ്ഞതാണ്. സാഹചര്യം വരുമ്പോൾ പറയണം. സാഹചര്യം വന്നു, ഇപ്പൊ പറഞ്ഞില്ല പിന്നെ എപ്പോ പറയും? ശ്രീ എൻ ശ്രീകുമാർ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ പൊതുവെ സാധാരണ നിലയിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കാറ്. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ചെറിയ സാംസ്കാരിക പ്രവർത്തകർ, ചെറിയ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ മഹത്വത്തെ കുറിച്ച് കണ്ടതല്ല, അവരുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞാണ് ചെറിയ നമ്പർ എന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി തന്നെ, സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ തന്നെ ഇപ്പോൾ തുടർഭരണം വേണ്ട എന്ന് പറയുന്നു. സാറാ ജോസഫിനെ പോലെ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തയായ വനിതാ നോവലിസ്റ്റ് അങ്ങനെ വേണ്ട, തുടർഭരണം വേണ്ട എന്ന് പറയുന്നു. ഇത് കാറ്റുമാറുന്നതിന്റെ സൂചനയായിരിക്കുമോ? നോക്കൂ ശ്രീ അഭിലാഷേ, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, എനിക്ക് എക്കോ വരുന്നുണ്ട്, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് പറയുന്നത്, അതായത് തുടർഭരണം എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലതല്ല. ഇടതുപക്ഷം എന്നുള്ളത് വ്യതിചലനം ഉണ്ടായ സാഹചര്യത്തിൽ കുറച്ചു നേരം പ്രതിപക്ഷത്തിരിക്കണം. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക. ഇത് അദ്ദേഹം പറഞ്ഞ ഇന്ന് ഗോവിന്ദമാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് സച്ചിദാനന്ദം പറഞ്ഞതാണ്. അപ്പോൾ ജാഗ്രത പാലിക്കണം എന്ന് ഗോവിന്ദമാഷൊക്കെ തോന്നിയല്ലോ. സച്ചിദാനന്ദം പറഞ്ഞ എന്താണ്? ഞങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. അതാണ് ഗോവിന്ദമാഷിൻ്റെ പോസിറ്റീവായിട്ടുള്ള പോയിന്റ്. മറിച്ച് ഈ CPM തന്നെ, പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില അടിമ ചിന്തകളുണ്ട്. അങ്ങനെ അടിമ ചിന്തകളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ സച്ചിദാനന്ദ മാഷ് വേറെ ഏതെങ്കിലും രീതിയിൽ അവസരവാദമോ അങ്ങനെയൊക്കെ പറയുന്ന ആളായിട്ട് തോന്നും. ഈ രാഷ്ട്രീയത്തിൽ അവസരവാദം എന്നൊരു സംഗതിയുണ്ട്, പക്ഷേ സാഹിത്യത്തിൽ വീക്ഷണ ചാഞ്ചല്യം എന്ന് വേണമെന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ അവരുടെ വീക്ഷണത്തിൽ ചില ചാഞ്ചല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഇപ്പോൾ ഒരു ഇടതുപക്ഷക്കാരനോ കോൺഗ്രസ്സുകാരനോ ഒക്കെ ആയിട്ട് വരാം. സച്ചിദാനന്ദ മാഷ് എന്താ പറഞ്ഞേ? തുടർഭരണം കേരളത്തിലെ കാര്യമാണ് പറഞ്ഞേ, എല്ലാ തുടർഭരണത്തെക്കുറിച്ചല്ല പറഞ്ഞേ. ഒരാളൊരു സ്ഥാനത്ത് തുടർച്ചയായിട്ട് ഇരിക്കുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്. കേരളത്തിലെ തുടർഭരണം എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ തുടർഭരണം. അല്ലാണ്ട് പിണറായി വിജയൻ, ഒന്നാം പിണറായി വിജയന് ശേഷം പിന്നെ വേറൊരു മുഖ്യമന്ത്രി അല്ല വന്നത്. പിണറായി വിജയൻ്റെ തുടർഭരണം, LDFൻ്റെ തുടർഭരണമല്ല, പിണറായി വിജയൻ്റെ തുടർഭരണം ഇനി വരാൻ പാടില്ലെന്നാണ് സച്ചിദാനന്ദ മാഷും സാറ ടീച്ചർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. പിണറായി വിജയൻ പേരെടുത്ത് തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതെന്താ പറയാൻ കാരണം? അത് പറയേണ്ടത് ഇപ്പോഴാണ്. കാരണം ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു സാഹിത്യകാരൻ്റെ കഴിവ്. അവിടെയാണ് എഴുത്തിൻ്റെ ബഹുമാന്യത വർദ്ധിക്കുക. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് മാർച്ച് ചെയ്തുകൊണ്ട് ജനം കേൾക്കില്ല. ജനം എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ സാഹിത്യകാരൻ എല്ലാവരും അങ്ങോട്ട് പോയപ്പം തിരിച്ചോടിച്ചത് എന്തുകൊണ്ടാണ്? ആ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഇവരുടെ ആവശ്യമില്ല. മറിച്ച് ഇപ്പോൾ ഇതാ നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പിണറായി വിജയൻ്റെ തുടർഭരണം ഇനിയും വന്നാൽ ഇവിടെ പാവങ്ങൾ എന്നൊരു വിഭാഗം ഉണ്ടാകില്ലെന്ന് ഗോവിന്ദമാഷ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും പണക്കാരാകുന്നതാണ്. അങ്ങനെ പണക്കാരാകുന്ന ഒരു വിഭാഗം മാത്രമായിട്ട് കേരളത്തിലെ CPMലെ ഒരു വിഭാഗം മാറുന്നു എന്നൊരു ചിന്ത വ്യാപകമായി പ്രചരിക്കുന്ന സമയത്ത് കേരളത്തിലെ തുടർഭരണം ആഗ്രഹിക്കുന്നത് ഏതാണ്ടൊരു 10,000 CPM നേതാക്കളൊക്കെ ഉള്ളൂ. ബാക്കി ആർക്കും ഇല്ല, പ്രവർത്തകർക്ക് പോലുമില്ല. അതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് ജാഗ്രത എന്ന്. അപ്പോൾ ഇപ്പോൾ സച്ചിദാനന്ദ മാഷ് പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിൻ്റെ വീക്ഷണ ചാഞ്ചല്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു നല്ല എഴുത്തുകാരനാവില്ല എന്ന് വെച്ചാൽ എല്ലാവരും എഴുതും, പക്ഷേ സമൂഹത്തോടെ പ്രതിബദ്ധതയുള്ള എഴുത്തുകാരുണ്ട്. അങ്ങനെ പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരനായിട്ട് ഞാൻ മാറണമെങ്കിൽ എനിക്കിതാ ഈ സമയത്ത് തന്നെ പറയണമെന്നാണ്. ഇനി വേറൊരു കാര്യം പറയാം. ഇത് ഈ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ട് ഇദ്ദേഹം പ്രസിഡൻ്റായി വന്ന ശേഷം CP അബൂബക്കർ, പഴയ SFIയുടെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി അബൂബക്കർ മാഷാണ് സെക്രട്ടറി ആയിട്ട് വന്നത്. SFIയുടെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ്റെ രണ്ടാം ഭരണകാലത്തെ 2ാം വർഷത്തിൽ ഒരു നോട്ടീസ് സാഹിത്യ അക്കാദമിയിലേക്ക് ചെന്നു. അതായത് 2ാം വാർഷികം, പിണറായി ഗവൺമെൻറ് 2ാം വാർഷികം, ഇനി മുതൽ സാഹിത്യ അക്കാദമി അച്ചടിക്കുന്ന എല്ലാ പുസ്തകത്തിലും പിണറായി വിജയൻ്റെ ചിത്രമുള്ള ഒരു സീലടിക്കണമെന്ന് പറഞ്ഞൊരു ഉത്തരവിട്ടു സാംസ്കാരിക വകുപ്പ്. വലിയ വിവാദമായത്. ആ വിവാദമായപ്പോൾ അതിനെ എതിർത്തു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് അതിനെ എതിർത്തു വന്ന്. അതിനുശേഷം അത് പിൻവലിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ സച്ചിദാനന്ദ മാഷ് 1-2 തവണ രാജിവെക്കാൻ തീരുമാനിച്ചു. എന്തിനാണ് ഇവർ രാജി സ്വീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്?
കാരണം കെ സച്ചിദാനന്ദൻ എന്ന സാഹിത്യ അക്കാദമി പ്രസിഡന്റിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ഒരു ഇടതുപക്ഷ ശബ്ദമായിട്ടാണ്. ആ സച്ചിദാനന്ദ മാഷ് ഇന്ന് പറയുന്നു യഥാർത്ഥ ഇടതുപക്ഷം ദാ അപ്പുറത്തുണ്ട്. ശരി. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ നടത്തുന്ന ഭാരത് ജോഡോ യാത്രയിൽ എങ്ങനെയാണോ ഇടതുപക്ഷ സാഹിത്യകാരന്മാർ അണിനിരുന്നത്, അതുപോലെ കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു UDF കോമൺ പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നു. ആ കോമൺ പ്ലാറ്റ്ഫോം നാളെ അധികാരത്തിൽ വരട്ടെ, 5 വർഷം അവർ ഭരിക്കട്ടെ, ഈ ദുഷിച്ച ചിന്താഗതിക്കാർ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തുടർഭരണം എന്നുള്ള ആ ഒരു ഇതിനെ എതിർക്കലല്ല, പിണറായി വിജയന്റെ ഈ ഭരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം കഴിയണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് സാഹിത്യ അക്കാദമിയിലെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക വകുപ്പ് നടത്തിയ ശ്രമങ്ങളെ തോൽപ്പിച്ച ഒരു പ്രസിഡന്റിനെ കൂടി നമുക്കവിടെ കാണാൻ പറ്റും. അത് തന്നെയാണ് സാറാ ജോസഫും പറഞ്ഞത്. ഇവരോടൊന്നും കോൺഗ്രസ്സുകാർ പറയിപ്പിച്ചതല്ലോ, ഇവരൊക്കെ സ്വയം പറഞ്ഞതാണ്. സാഹചര്യം വരുമ്പോൾ പറയണം. സാഹചര്യം വന്നു, ഇപ്പൊ പറഞ്ഞില്ല പിന്നെ എപ്പോ പറയും? അപ്പൊ ഇപ്പോഴാ പറയേണ്ടത്. അതാണ് അക്കാര്യത്തിലെ പോയിന്റ്.